കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ ഞായറാഴ്ചയുടെ പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ദൈവവചനം ധ്യാനിപ്പാൻ ഞങ്ങളായിരിക്കുന്ന ഈ പശ്ചാത്തലത്തിലും കർത്താവ് തരുന്ന വലിയ കൃപയോർത്ത് നന്ദിയുടെ സ്തോത്രം. പസ്മോസ് ദ്വീപിൽ യോഹന്നാൻ അപ്പോസ്തലൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ശരിയായ ഭാഷാന്തരം അവൻ ആത്മാവിലായി ദൈവം അവനെ അനേക സംഭവങ്ങൾ കാണിച്ചു കൊടുത്തു. ഈ ലോകത്തിൻ്റെ പര്യവസാനം, കർത്താവിൻ്റെ വരവ്, 1000 ആണ്ട് വാഴ്ച, പുതിയാകാശം പുതിയ ഭൂമി, യേശുക്രിസ്തുവിൻ്റെ കിരാത ഭരണം എന്നു വേണ്ട ലോകമനുഷ്യരും ദൈവസഭയും യഹൂദന്മാർ, 3 കൂട്ടരാണല്ലോ ലോകത്തുള്ളത്. യവനായര്, ദൈവസഭ, യഹൂദന്മാർ, 3 കൂട്ടരാ ലോകത്തുള്ളത്. ഈ 3 കൂട്ടർക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന വിഷയങ്ങളൊക്കെ പസ്മോസ് ദ്വീപിൽ സ്വർഗത്തിലെ ദൈവം യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തു. അതാണ് ദ ബുക്ക് ഓഫ് റെവല്യൂഷൻ, വെളിപ്പാട് പുസ്തകം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം മനുഷ്യന്റെ സൃഷ്ടിപ്പും ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, ഒടുക്കത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം ലോകത്തിൻ്റെ പര്യവസാനം, ദൈവമക്കളുടെ പ്രത്യാശ നിർഭരമായ ഭാവി പ്രത്യാശയെക്കുറിച്ചുള്ള പദ്ധതികൾ, ഇതൊക്കെയും വളരെ വ്യക്തമായി കൃത്യമായി വെളിപ്പെടുത്തി തരുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം ഇന്ന് പ്രസംഗിക്കപ്പെടുന്നത് മൃഗം കയറി വരുന്നു, പീഡ വരുന്നു, അങ്ങനെ വരുന്നു, ഇത് വരുന്നു, അതൊക്കെ പറയേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പറയാൻ കുഴപ്പമില്ല. പക്ഷെ ഭാവി പ്രത്യാശയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിലൂടെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ വളരെ മനോഹരമാണ്. ഹല്ലേലൂയ. ഞാൻ വെളിപ്പാട് പുസ്തകം പ്രസംഗിക്കാനല്ല ഇരിക്കുന്നത്. എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കപ്പെട്ട വിഷയം വേറൊരു വിഷയമാണ്. ഞാൻ മുഖോരുവായി ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. സൃഷ്ടിപ്പിൻ പുസ്തകമായി ഉൽപ്പത്തി പറയുന്നെങ്കിൽ, ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും കിട്ടാൻ പോകുന്ന നിത്യത, രൂപാന്തര ശരീരം, 1000 ആണ്ട് വാഴ്ച, പുതിയ ആകാശം പുതിയ ഭൂമിയിലെ വാഴ്ച, ഇതൊക്കെയും വളരെ സുവ്യക്തമായി വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതുകൊണ്ട് നമ്മളെല്ലാം വെളിപ്പാട് പുസ്തകം വായിച്ച് പഠിക്കണം. എക്സ്പെഷ്യലി സുവിശേഷങ്ങൾ, പ്രവൃത്തി പുസ്തകം, ലേഖനങ്ങൾ, വെളിപ്പാട് പുസ്തകം, ഇതെല്ലാം നമ്മൾ വായിച്ച് പഠിച്ച് നല്ല തറവുള്ളവരായിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഇന്ന് പകലിൽ ധ്യാനിക്കാനായിട്ട് കർത്താവ് തന്നൊരു വേദഭാഗം തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം, അതിലെ 1-ാം അധ്യായം 18, 19, 20 വാക്യങ്ങളാണ്. മകനെ തിമോഥെയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനോക്സും അലക്സാണ്ടറും ഈ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇടയലേഖനങ്ങളിൽപ്പെട്ടതാണ് ഈ തിമോഥെയോസിൻ്റെ ലേഖനം, ഇടയന്മാർക്ക് വേണ്ടിയുള്ളത്. 1 തിമോഥെയോസ്, 2 തിമോഥെയോസ്, തീത്തോസ്, ഫിലമോൻ, ഇടയലേഖനങ്ങൾ, ഇടയന്മാർക്ക് വേണ്ടിയുള്ളത്.
അപ്പോൾ തന്നെ ദൈവസഭയ്ക്ക്, ദൈവജനത്തിന്, ദൈവമക്കൾക്ക്, വിശ്വാസികൾക്കും എല്ലാവർക്കുമുള്ള പ്രബോധനങ്ങൾ ഈ ലേഖനങ്ങളിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ശുശ്രൂഷകന്മാരെ ശക്തിയോടെ ശുശ്രൂഷിക്കുവാൻ, പത്യവചനം പത്യോപദേശം പ്രസംഗിക്കുവാൻ ഈ ലേഖനം വളരെ വ്യക്തമായി കൃത്യമായി നമ്മോട് ഇടപെടുന്നു. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്ന നിൽപ്പാൻ ശ്രമിക്കുക എന്ന് തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു. 2 തിമോഥെയോസ് 1 തിമോഥെയോസിൽ 4:16 നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക, അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. നിന്നെ തന്നെ ഉപദേശത്തെ സൂക്ഷിക്കുക, നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ സൂക്ഷിക്കുക, ഉപദേശത്തെ സൂക്ഷിക്കുക. ഹല്ലേലൂയ. ആ ഉപദേശത്തിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും രക്ഷിക്കും, നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. വിശ്വാസിക്ക് രക്ഷപ്പെടാനുള്ള ഏക വഴി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കുറിച്ച് ഉപദേശം പ്രസംഗിക്കപ്പെടുകയും അത് കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ആത്മരക്ഷ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഹല്ലേലൂയ. ഇവിടെ വായിച്ച വേദഭാഗം, മകനെ തിമോഥെയോസേ, മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. എന്താണ് ആജ്ഞ? നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. അപ്പൊ സുവിശേഷ വേല എന്തുവാ? യുദ്ധസേവ ചെയ്യാം. അത് പൗലോസിന്റെ ഒരു പ്രത്യേക ടീച്ചിങ് ആണ്. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ ദൈവവൈതലും ഓരോ വിശ്വാസികളും നമ്മൾ യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്. നമുക്ക് എതിരാളികളുണ്ട്, നമുക്ക് പോരാട്ടമുണ്ട്, നമുക്കെതിരെ ഒരു ശത്രുവുണ്ട്. സ്തോത്രം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാലത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനോടും അത്രേ. അപ്പം നമുക്ക് ഒരു പോരാട്ടമുണ്ട്, നമുക്ക് ശത്രുവുണ്ട്, നമ്മൾ പോർക്കളത്തിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. ഈ പോർക്കളത്തിൽ നമ്മൾ യുദ്ധം ചെയ്താണ് ഓരോ ദിവസം മുൻപോട്ട് പോകുന്നത്. ആരാണ് പാസ്റ്ററെ നമ്മുടെ എതിരാളി? പിശാചും അവൻ്റെ തന്ത്രങ്ങൾ. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഇന്ന് പലരും പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എന്തുകൊണ്ട്? അതിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട്, പിശാചിന്റെ പ്രവൃത്തികൾ ഏത് നിലയിലാണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട്. പിശാചിന്റെ 3 പ്രവൃത്തികളെ ഞാൻ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടാൻ താല്പര്യപ്പെടുന്നു. വെളിപ്പാട് 3-ന്റെ 9-ാം വാക്യം, 12-ന്റെ 9-ാം വാക്യം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാച്. എന്തോ? ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാച് ദൈവമക്കളെ തെറ്റിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഭൂതലത്തെ മാത്രമല്ല, പെന്തക്കോസുകാരനെ തെറ്റിച്ചുകൊണ്ടിരിക്കുക പിശാച്. എന്താ കാര്യം? പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുന്നില്ല, പിശാചിന്റെ പ്രവൃത്തികളെ തിരിച്ചറിയുന്നില്ല. ഈ ലോകത്തിന്റെ പ്രഭു, ഈ ലോകത്തിന്റെ ദൈവം. 2 കൊരിന്ത്യർ 4:4 ദൈവപ്രതിമയായ ക്രിസ്തുയേശുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ ലോകത്തിനൊരു ദൈവമുണ്ട്, അത് പിശാച. ഈ ലോകത്തിന്റെ പ്രഭു പിശാച. മൗണ്ട് ബാറ്റൺ പ്രഭു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ, നമ്മുടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രഭുവിൻ്റെ പേരായി പറയുന്നത്. ആ പ്രഭുവിൻ്റെ കാര്യമല്ല, ദുഷ്ടപിശാചായ പ്രഭു.
ഏതൻ പൂങ്കാവനത്തിൽ ആദിമ പിതാക്കന്മാരെ വീഴിച്ചു കളഞ്ഞ പിശാച്. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2, 3, 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് ആ വാക്യം? 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ സർപ്പം ഹവ്വായെ അതിനു മുമ്പ് ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിർമ്മല കന്യയിപ്പിപ്പാൻ നിങ്ങൾ നിശ്ചയം ചെയ്തിരിക്കുന്നു. സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചലിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്തോ പുതിയ നിയമസഭ ആരാ? നിർമ്മല കന്യക. പുതിയ നിയമസഭ ആരാ? മണവാട്ടി സഭ, മണവാട്ടി. പുതിയ നിയമസഭ ആരാ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? പുതിയ നിയമസഭ ആരാ? ക്രിസ്തുവിന്റെ ശരീരം. 3 പഠനങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ പുതിയ നിയമസഭയെക്കുറിച്ച് തന്റെ ലേഖനങ്ങളിൽ പഠിപ്പിക്കുന്നത്. ഇത് 3 അറിഞ്ഞുകൂടാത്ത ഭാഷമാർ ഇന്ന് ലോകത്ത് കിടപ്പുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവമേ, പുതിയ നിയമസഭ ആരാണെന്ന് മനസ്സിലാക്കി ആ പുതിയ നിയമസഭയ്ക്ക് വേണ്ടുന്ന ഉപദേശം നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി, മണവാളന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നിർമ്മല കന്യകയായ മണവാട്ടി പദത്തിൽ എത്താൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു ഗ്രൂപ്പായ നിർമ്മല കന്യകയാണെന്നും, നമ്പർ 2 നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാണെന്നും പുതിയ നിയമസഭ. 3 നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ഈ 3 പഠനങ്ങൾ തിരിച്ചും മറിച്ചും പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ തന്നെ സഭ ഉണർത്തപ്പെടും. ഇവിടെ സങ്കീർത്തനം വിട്ടിട്ട് ഈ പുതിയ കാതലായ ഉപദേശങ്ങൾ പഠിപ്പിക്കാൻ പാസ്റ്റർമാർ കഴിയാതെ പോകുന്നു. അതാ സഭയുടെ മൂല്യച്യുതി. സഭയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഗുരുതരമായ വീഴ്ച ദൈവമാക്കി വെച്ച ആദിമ അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്ന പഠനത്തിലേക്ക് സഭയെ നടത്തുവാൻ ഇവിടെ ആളില്ല. കണ്ടെയ്നർ കിടക്കുന്ന ശുശ്രൂഷകന്മാർ കിടപ്പുണ്ട് ആഗോള വ്യാപകമായി നമ്മൾ പഠിക്കുമ്പോൾ. എന്നാൽ പുതിയ നിയമസഭയെ പഠിപ്പിച്ച അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭയെ പഠിപ്പിച്ച് മണവാളന് വേണ്ടി ഒരുങ്ങുന്ന മണവാട്ടിയെ ഒരുക്കുവാൻ, തലയായ ക്രിസ്തുവിൽ നിന്ന് ശരീരമാം സഭയുടെ അവയവങ്ങൾ എങ്ങനെ വർത്തിക്കണമെന്ന് പഠിപ്പിക്കുവാൻ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും ആ ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരത്തെ ഒരുക്കിയെടുക്കുവാൻ ഈ 3 പഠനങ്ങൾ സഭയ്ക്ക് കിട്ടാത്തിടത്തോളം കാലം സഭയ്ക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയില്ല. സഭ അന്യതാപദേശത്തിൽ കിടക്കും. സഭ കൈവിടപ്പെട്ടു പോയ ലിസ്റ്റിലായിത്തീരും. പാസ്റ്ററിന് ഇതെങ്ങനെ അറിയാം? ഞാൻ ദൈവവചനം പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു തുറന്ന സത്യം ഞാൻ വെളിപ്പെടുത്തുക. ഈ 3 പഠനങ്ങൾ പുതിയ നിയമസഭയെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ സഭയ്ക്ക് ഉണരാൻ കഴിയത്തില്ല. IPC പ്രസ്ഥാനത്തിലെ PM ജോസഫ് എന്ന് പറഞ്ഞ ആദരണീയനായ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. വളരെ മനോഹരമായ ശക്തമായ പ്രസംഗങ്ങളാണ്. ഒരു എക്സ് മിലിറ്ററിക്കാരനാണ്. അദ്ദേഹം മരിച്ചിട്ട് ഏകദേശം 1.5 വർഷങ്ങളായി. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞൊരു പ്രസ്താവന ഞാൻ എൻ്റെ പല പ്രസംഗങ്ങളിലും ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, സങ്കീർത്തന പുസ്തകങ്ങളിൽ നമ്മുടെ പുസ്തകത്തിൽ ഉള്ളത് കൊണ്ട് പാസ്റ്റർമാർ അത് വിട്ടിട്ട് മറ്റൊരു ഉപദേശത്തിലേക്ക് വരാൻ അവർ കഴിയുന്നില്ല. ഇനി സങ്കീർത്തന പുസ്തകത്തിലില്ലെങ്കിൽ പാസ്റ്റർമാർക്ക് പ്രസംഗമില്ല. പുള്ളി പറഞ്ഞതാണ്, ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ. ദീർഘവർഷങ്ങൾ ഞാനും സങ്കീർത്തന പുസ്തകം പഠിക്കുകയും സങ്കീർത്തനം പ്രസംഗിക്കുന്ന ഉസ്താദാണെന്ന് പലരും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം സങ്കീർത്തനം പറയുമ്പോൾ അതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ ഒരുക്കിയെടുത്താ പറയുന്നത്. ഒരു നാടകം നടക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം ഉള്ളതുപോലെ പശ്ചാത്തലങ്ങൾ ആ സങ്കീർത്തനം എഴുതാനുണ്ടായ കാരണം, ആ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം, എന്തൊക്കെയാണ് അതിലെ പ്രതിപാദ്യ വിഷയം, എന്തുകൊണ്ട് എഴുതി, എവിടെ വെച്ച് എഴുതി, എന്തിനെഴുതി എന്നൊക്കെ പഴയ നിയമത്തിൽ കിടന്ന് പെരണ്ട് പഠിച്ച് അതിൻ്റെ പശ്ചാത്തലം പ്രസംഗിച്ച് സങ്കീർത്തനം അങ്ങോട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ ജനമെല്ലാം ആത്മാവിലാകും. ഏത് ആത്മാവാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളാം. കാരണം അങ്ങനെ പറയാനുള്ള കാര്യം എന്താ? മത്തായി 5-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഈ കൊല്ലുന്ന പ്രമാണം, മരണത്തിന്റെ പ്രമാണം, ഇരുട്ടിന്റെ പ്രമാണം, 109-ാം സങ്കീർത്തനം ഒന്നെടുത്തേ മൊബൈലോട്ട്. 109-ാം സങ്കീർത്തനം. ആ ശപിക്കുന്ന ഭാഗങ്ങൾ ഒന്ന് വായിച്ചു കൊടുത്തേ.
പാസ്റ്റർ ദയവായിട്ടൊന്ന് വായിച്ചേ, ഒന്ന് കേൾക്കട്ടെ. അതിൻ്റെ പകുതിയൊക്കെ വെച്ച് വരുമ്പോൾ ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തുടങ്ങി. ആ, ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തുടങ്ങി അങ്ങോട്ടുള്ള വാക്യം 3-4 വാക്യം വായിച്ചേ. സങ്കീർത്തനത്തിന്റെ പ്രസക്തി എന്താണെന്ന് നമ്മൾ അറിയണമല്ലോ. ഹല്ലേലൂയ. വായിച്ചേ. ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം 109 സങ്കീർത്തനം. ഹല്ലേലൂയ. ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം ദ്വേഷവും അവർ എന്നോട് കാണിച്ചിരിക്കുന്നു. നീ അവന്റെ മേൽ ഒരു ദുഷ്ടനെ നിയമിക്കണമേ. എതിരാളി അവന്റെ വലതുഭാഗത്ത് നിൽക്കട്ടെ. അവനെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരനെന്ന് തെളിയട്ടെ. അവന്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ. അവന്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. അവന്റെ സ്ഥാനം മറ്റൊരുത്തനെ ഏൽക്കട്ടെ. അവന്റെ മക്കൾ അനാഥരും അവന്റെ ഭാര്യ വിധവയും ആയിത്തീരട്ടെ. അവന്റെ മക്കൾ അലഞ്ഞു തെണ്ടി നടക്കട്ടെ. മതി മതി, ഇനി കൂടുതൽ വായിക്കണ്ട, മതി. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇറിറ്റേഷൻ വരികയാണ്. ദാവീദിന്റെ സ്നേഹിതന്റെ കാര്യം പറയാം. അവന്റെ മക്കൾ തെണ്ടി നടക്കട്ടെ, അവർ അനാഥരായി പോട്ടെ. ഈ പ്രമാണമാണ് മത്തായി 5 ന്യായപ്രമാണം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ശത്രുവിനെ പഴിക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, എന്ത് ചെയ്യുക? ശത്രുക്കളെ സ്നേഹിപ്പീൻ. ഞാനോ നിങ്ങളോട് പറയുന്നു മത്തായി 5-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതിയെ തിരുത്തി ഒരു പുതിയ പ്രമാണം നമുക്ക് തന്നെന്ന് വിശ്വസിക്കുന്ന എത്ര പെന്തക്കോസ്തുകാരുണ്ട് ഇന്ന് ആത്മീയ കുളത്തിൽ? ചോദ്യം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാലഘട്ടത്തിൽ ഞാൻ സങ്കീർത്തനം ശക്തിയോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളാ. കർത്താവ് എന്നെ തിരുത്തി. അത് ന്യായപ്രമാണ കാലത്തിന്റെ വ്യവസ്ഥിതിയാണെന്നും അത് പ്രതികാരത്തിൻ്റെതാണെന്നും അത് മരണത്തിൻ്റെതാണെന്നും 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ കല്ലിൽ കൊത്തിയ പ്രമാണമാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ, എടുത്ത് വായിക്കേണ്ട സമയമില്ല, മരണത്തിൻ്റെതാണ്, കൊല്ലുന്നതാണ്, ശിക്ഷാവിധേയതാണ് എന്ന് ശക്തമായി പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും കാണാൻ നമ്മുടെ പാസ്റ്റർമാർക്ക് കണ്ണില്ല. അതിന് ഞാൻ പറയുന്നൊരു ഉദാഹരണം ശ്രദ്ധിച്ചേ. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് പൗലൂസിനെ ദൈവം സന്ദർശിച്ചപ്പോൾ പൗലൂസ് അനന്യാസിന്റെ അടുക്കലേക്ക് ദൈവം അവനെ അയക്കുക. നേർവീഥി, ഇതുവരെ വളഞ്ഞു പോയ പൗലൂസ് നേർവീതിയിലേക്ക് അവനെ നടത്തി അനന്യാസിന്റെ അടുക്കൽ പോയി. അനന്യാസ് അവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഓർമ്മയുണ്ടോ? ചെതുമ്പല് പോയി. ന്യായപ്രമാണത്തിന്റെ ചെതുമ്പല് വീണുപോയപ്പോൾ പൗലൂസ് സ്പഷ്ടമായിട്ട് കണ്ടു. സ്തോത്രം, ഹല്ലേലൂയ. പൗലൂസ് കാര്യങ്ങൾ വ്യക്തമായി കണ്ടു. അന്ന് മുതൽ പൗലൂസ് ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. യഹൂദന്മാർ പറഞ്ഞു, ഇതാ ന്യായപ്രമാണത്തെ മറിച്ചു കളയുന്നവൻ വരുന്നു. അതേ, മറിച്ചു കളയുന്നവൻ തന്നെ. അതിനകത്ത് സംശയം എന്താ? ന്യായപ്രമാണത്തിൽ ആത്മരക്ഷ ഇല്ലപ്പാ. ന്യായപ്രമാണത്തിൽ ആത്മരക്ഷയെ കുറിച്ച് പറയുന്നില്ല. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവൻ. പാപത്തെ മറക്കുകയാണ് ഒരു ആക്ഷരിക കുഞ്ഞാടിലൂടെയോ പ്രാവുകുഞ്ഞിലൂടെയോ ഒരു തരി മാവിലൂടെയോ മൃഗങ്ങളുടെ യാഗങ്ങളിലൂടെ പാപത്തെ മറയ്ക്കുക ചെയ്യുന്നത്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ മനുഷ്യപുത്രൻ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട്. യേശുക്രിസ്തു പാപം മോചിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതി പാപത്തെ മറച്ചു വെക്കുന്നു. പാപം ചെയ്യുന്നു, പിന്നെയും യാഗം. പാപം ചെയ്യുന്നു, പിന്നെയും യാഗം. പാപം ചെയ്യുന്നു, പിന്നെയും യാഗം. ആണ്ടിലൊരിക്കൽ പുരോഹിതൻ 2 കൈകളിൽ രക്തവുമായിട്ട് ചെന്ന് തനിക്ക് വേണ്ടിയും ജനത്തിന് വേണ്ടിയും അവിടെ അർപ്പിക്കുക. ഇല്ലെങ്കിൽ എന്താ പറ്റും? കയറിപ്പോകുന്ന പുരോഹിതൻ അവിടെ കിടക്കും ചത്ത്. മനസ്സിലായല്ലോ? ആ അറുക്കപ്പെട്ട ആടിന്റെ രക്തം, കുഞ്ഞാടിന്റെ രക്തം
യേശുക്രിസ്തുവിന്റെ രക്തമായിട്ട് പുതിയ നിയമത്തിൽ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവാകുന്ന ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അറുക്കപ്പെട്ടതോടുകൂടെ സകല മാനവജാതിയുടെ പാപവും മോചിക്കപ്പെടുന്നു. എത്ര അനുഗ്രഹീതമായൊരു പ്രസ്താവനയാണ്. പാപം മോചിക്കപ്പെടുക യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ. ഇപ്പൊ പാപം മോചിച്ച് കിട്ടിയവൻ പാപം ഉണ്ടെന്നും പറഞ്ഞ് ശാപം ഉണ്ടെന്നും പറഞ്ഞ് ശാപം മുറിച്ചും പാപം മോചിച്ചും നടക്കുന്ന ഒരു കൂട്ടം ശുശ്രൂഷ വൃന്ദങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോയിട്ടില്ല, അതുകൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരവിടെ ചെയ്യട്ടെ, അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കട്ടെ. എന്നാൽ ചെതുമ്പൽ വീണുപോയ ദൈവദാസന്മാരോട് എനിക്ക് പറയാനുള്ളത്, നാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ മതി. ഹല്ലേലൂയ. ക്രൂശിക്കപ്പെട്ട് നമ്മുടെ സർവ്വലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവപുത്രനായ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ രക്ഷയുടെ സന്ദേശം പ്രസംഗിക്കപ്പെടുമ്പോൾ ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? പാപമോചനമുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? ശാപത്തിൽ നിന്ന് മോചനമുണ്ട്. പിന്നെ ആരുടെ ശാപം മുറിക്കാനൊന്നും നടക്കണ്ട. അങ്ങനെ ശാപം ആരെങ്കിലും മുറിക്കുന്നെങ്കിൽ അത് വ്യാജ സുവിശേഷകന്മാരാണ്. അവർ പറയുന്ന മറ്റൊരു സുവിശേഷം, അവരിൽ മറ്റൊരാത്മാവ്, അവർ പ്രസംഗിക്കുന്നത് മറ്റൊരു ക്രിസ്തുവിനെ. ക്ലീനായില്ലേ സംഭവം? ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നില്ല, ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരിക. ഇവിടെ വായിച്ച വേദഭാഗം തിമോഥെയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 18, 19, 20 വാക്യങ്ങൾ. പൗലോസ് പറയുകയാണ്, നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. യുദ്ധക്കളത്തിൽ പോരാടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടുന്ന 2 ക്വാളിറ്റി പൗലോസ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. വിശ്വാസവും നല്ല മനസ്സാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് നല്ല മനസ്സാക്ഷിയുള്ളവനായി, നല്ല വിശ്വാസമുള്ളവനായി. അപ്പൊ വിശ്വാസം വേണം, നല്ല മനസ്സാക്ഷി വേണം. ഇത് രണ്ടും ഒരുപോലെ ഒരു ദൈവത്തിൽ ഉണ്ടായിരിക്കണം. ഇവിടെ പൗലോസ് ശുശ്രൂഷകന്മാരെ പഠിപ്പിക്കുന്ന ഒരു ക്ലോസ് വളരെ അപകടകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് അധികം പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ലെന്ന് എൻ്റെ ഓർമ്മയിൽ ഞാൻ പ്രസംഗിച്ചാരും കേട്ടിട്ടില്ല. ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ പ്രസംഗിക്കാറുണ്ട്. ഇവിടെ നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുള്ളവനായി അവയനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. അപ്പൊ ആത്മീയ പോർക്കളത്തിൽ യുദ്ധം ചെയ്യണമെങ്കിൽ വിശ്വാസം വേണം, നല്ല മനസ്സാക്ഷി വേണം. ഈ നല്ല മനസ്സാക്ഷി ഇല്ലാതെ പോയാലുള്ള ഗുരുതരമായ അവസ്ഥയെക്കുറിച്ച് പൗലൂസ് പഠിപ്പിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. ഞാൻ വായിക്കാം. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞു. നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. അവരുടെ വിശ്വാസം പോയി. കൊരിന്ത്യർ ലേഖനത്തിലെ 1-ാം ലേഖനം 13-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3ഉം വലിയതാകും. വിശ്വാസം എന്താണ്? വിശ്വാസം ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർ പ്രതിഫലം കൊടുക്കുന്നെന്നും വിശ്വസിക്കേണ്ടതല്ലോ. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും. ഈ വിശ്വാസം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിനെക്കുറിച്ച് 1-2 കൊട്ടേഷൻ എൻ്റെ ഹൃദയത്തിൽ പറയാനായിട്ട് പ്രേരണയുണ്ട്. രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു. കേട്ട മാത്രയിൽ അവളുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടായി. ആ വിശ്വാസം എന്ത് ചെയ്തു? അവളെ യേശുവിൻ്റെ അടുക്കലേക്ക് നടത്തി. വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. യേശു ചോദിക്കുന്നു, എന്നെ തൊട്ടതാരെ? ശിഷ്യന്മാര്, ഇത്രയും ജനത്തിൻ്റെ ഇടയിൽ നിന്നെ തൊട്ടതാരെന്ന് ഞങ്ങൾ അറിയും. പത്രോസേ, നീ തൊട്ടതും അവരിവരും തൊട്ടതൊന്നും ഞാൻ അറിഞ്ഞില്ല. ആരോ ഒരാൾ വിശ്വാസത്തോടെ എന്നെ തൊട്ടു, ആവശ്യബാധത്തോടെ എന്നെ തൊട്ടു. അതാരാണ്? സ്ത്രീ മറിഞ്ഞിരിക്കുന്നില്ല എന്ന് കണ്ട്
സ്ത്രീ വന്നു, ഞാനാണ് തൊട്ടത്. അതിനെക്കുറിച്ച്, ആ സ്ത്രീയെക്കുറിച്ച് പറയുന്ന വർഷങ്ങളോളം വൈദ്യർക്ക് കാശ് കൊടുത്ത് ചികിത്സ നടത്തി ഒരു സൗഖ്യമില്ലാതെ മുഴുവൻ സ്വത്തും വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്ത്, എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ പാർഷന്മാർക്ക് കൊടുത്തെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല, കൊടുത്ത് ജീവിതം നശിച്ചുപോയ ഒരു സ്ത്രീ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിക്കുന്നു. സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇപ്പൊ പൊതുവെ ഒരു പറച്ചിലുണ്ട്, നിന്റെ വിശ്വാസം എന്നെ രക്ഷിക്കും, നിന്റെ വിശ്വാസം രക്ഷിക്കും. ഇല്ല, യേശു കർത്താവിലുള്ള വിശ്വാസം എന്ന് തെളിച്ചു പറയണം. അത് ലോകത്ത് കിടക്കുന്ന കോടാനുകോടി മനുഷ്യർക്ക് കോടാനുകോടി വിശ്വാസ പ്രമാണങ്ങളുണ്ട്. അതെല്ലാം മനുഷ്യരെ രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ വചനവിരുദ്ധമാണ്. യേശു കർത്താവിലുള്ള വിശ്വാസത്താൽ നീതീകരണവും വിശ്വാസത്താൽ രക്ഷിക്കപ്പെടാനും നമുക്ക് കഴിയും. അത് കർത്താവിലുള്ള വിശ്വാസമാണ്. പോട്ടെ, ഞാൻ ആ ഭാഗത്തു നിന്ന് മുമ്പോട്ട് പോട്ടെ. അടുത്ത് നമ്മൾ കാണാൻ കഴിയുന്നത് ശതാധിപനായ ഒരു മനുഷ്യൻ, അവൻ്റെ പട്ടാള വ്യൂഹത്തിലുള്ള ഒരു മനുഷ്യൻ രോഗിയായി കിടക്കുക. ഒരു ഭൃത്യനെ അയച്ചു, യേശുവിനെ വിളിപ്പിച്ചു. യേശു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ശതാധിപൻ പറയുകയാണ്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. പുരയ്ക്കകത്ത് വരാൻ പറഞ്ഞ് പാട്ടുപാടി കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇഷ്ടംപോലെ കാശുണ്ടാക്കി. ഞാനതിനെ പരിഹസിക്കുകയല്ല. നമ്മൾ ആ കർത്താവ് പറഞ്ഞ ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? അതെടുത്ത് ഈണം കൊടുത്ത് പാട്ടുപാടി കാശുണ്ടാക്കുന്നവരോട് ഒരു വാക്ക്, അവിടെ പറഞ്ഞ ആ ശതാധിപന്റെ വാക്കുകളുടെ ഗാംഭീര്യം എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാമോ? നീ എൻ്റെ പുറക്കകത്ത് വരാൻ ഞാൻ യോഗ്യനാണെന്ന് തോന്നിയിട്ടില്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. അപ്പൊ യേശുവിലുള്ള അവന്റെ വിശ്വാസം എന്താ? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്നുള്ളൊരു വിശ്വാസം. സകലത്തിന്മേലും അധികാരമുള്ള ദൈവം കർത്താവ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കർത്താവ് അധികാരമുള്ളവനാണ്. സ്വത്രം. തൃത്വത്തിൽ രണ്ടാമനാണ് കർത്താവ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അവൻ ദൈവത്വമുള്ളവനാണ്, ദൈവമാണ്, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ഒരു വലിയ വിവാദ വിഷയമാണ് പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യൻ എന്നുള്ളത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, അതിനിപ്പോൾ നിയോഗമില്ല എനിക്ക് പറയാൻ. അപ്പോൾ സ്വത്രം, ശതാധിപൻ പറയുന്നു, നീ എൻ്റെ പുറക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. അപ്പൊ കർത്താവ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് പറയാമോ? എന്താണ്? തിരിഞ്ഞ് ഇസ്രായേൽ ജനത്തെ നോക്കിയിട്ട്, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസമില്ല. ഗുണം പിടിക്കാത്ത ഇസ്രായേൽ ജാതികളെ നോക്കി ദൈവപുത്രൻ പറഞ്ഞൊരു വാക്കാണ്, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസമില്ല. ഈ ശതാധിപൻ ഒരു ജാതിയനാ, യഹൂദനല്ല. ദൈവത്തെക്കുറിച്ച് അവൻ അറിവില്ല, ന്യായപ്രമാണം അവൻ പഠിച്ചിട്ടില്ല, തേജോമനായ ദൈവത്തിന്റെ ഒരു പ്രമാണവും അവൻ അറിയത്തില്ല. സ്വത്രം. കർത്താവേ സ്വത്രം, സ്വത്രം. ദൈവമക്കളെ, എന്താ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് അവസ്ഥയിൽ കൂടി പോകുന്ന വ്യക്തിയാണെങ്കിലും വിശ്വാസത്തോടെ നീ കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ, ഹിമാലയ പർവ്വതം പോലെയുള്ള പ്രശ്നങ്ങളാണ് നിന്നെ വലയം ചെയ്യുന്നതെങ്കിലും നിനക്ക് വിശ്വാസമുണ്ടോ, നിനക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയും. വിശ്വാസമുണ്ടോ, നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിയും. വിശ്വാസമുണ്ടോ, നിന്റെ പ്രശ്നത്തിന് പരിഹാരം പ്രാപിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നതെന്നും വിശ്വസിക്കേണ്ടതല്ലോ. യേശു യഹൂദന്മാരെ ശാസിച്ചത് എന്തുകൊണ്ടാ? നിങ്ങൾ തേജോമനായ ദൈവത്തിന്റെ പ്രമാണം ലഭിച്ച ഇസ്രായേൽ മക്കളാണ്, പക്ഷെ നിങ്ങൾക്ക് പോലും ഇല്ലാത്ത വിശ്വാസം ഇതാ ഈ ജാതീയനായ ശതാധിപൻ. ശതാധിപൻ എന്ന വാക്കിന്റെ അർത്ഥം 100 പേർക്ക് അധിപൻ എന്നാണ്. ഞാൻ പണ്ട് സെമിനാരിൽ പഠിച്ചിട്ടുള്ള, ഞാനിപ്പോൾ ഓർക്കുക. 100 പേർക്ക് അധിപൻ. 100 പേരെയും ലെഫ്റ്റ് റൈറ്റ് അടിച്ച് കൊണ്ടു നടക്കുന്ന റോമൻ പട്ടാള അധിപനാണ് ശതാധിപൻ. ആ ശതാധിപൻ പറഞ്ഞു, ഞാനൊരു അധികാരത്തിന് കീഴിലുള്ളവനാണ്, എൻ്റെ അധികാരത്തിന് കീഴിലുള്ളവരെ ലെഫ്റ്റ് റൈറ്റ് അടിച്ച് കൊണ്ടു നടക്കാൻ എനിക്ക് കഴിയും, പക്ഷേ നിന്റെ അധികാരം സർവ്വലോകത്തിന്മേലുള്ള അധികാരമാണ്,
സകല സൃഷ്ടികളുടെ മേലുള്ള അധികാരമാണ്. സകല സ്വർഗത്തിലും ഭൂമിയിലും, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം നീ ലഭിച്ചവനാണ്. അതുകൊണ്ട് നീ എൻ്റെ പുറയ്ക്കകത്തൊന്നും കയറി വരണ്ട. ഒരൊറ്റ വാക്ക് നീ കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരൻ. സഹോദരന്മാരെ, അതാണ് വിശ്വാസം. ഞാൻ അറിയാതെ ചില സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ വിശ്വാസം എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ. ഞാനൊരു വിശ്വാസിയാണ്, ഒരു ബന്ധക്കോസുകാരനാണ്, ഒരു കുഞ്ഞു ഉപദേശിയാണ്. പക്ഷെ എനിക്ക് പല സന്ദർഭങ്ങളിലും വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു, എൻ്റെ വിശ്വാസം ചോർന്നു പോകുന്നു. ആ സമയത്ത് ഞാൻ പറയും, എനിക്ക് വിശ്വാസം തരണം കർത്താവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം കർത്താവേ. കൊരിന്ത്യർ ലേഖനത്തിൽ വിശ്വാസം കൃപാവരമായിട്ട് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. ആ കൃപാവരമായ വിശ്വാസം എനിക്ക് തരണമേ കർത്താവേ എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പറയുക, വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. സ്വത്രം.